ആലപ്പുഴ നഗരത്തിൽ ഒരു പാലത്തിന്റെ പുനർനിർമ്മാണത്തിൽ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഒരു ശില്പം. പാലത്തിന്റെ പൈലിംഗ് ജോലികൾ തുടരണമെങ്കിൽ ഈ പ്രതിമ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. എന്നാൽ കേടുപാടുകൾ സംഭവിക്കുമെന്ന പേടിയിൽ പ്രതിമ മാറ്റിസ്ഥാപിക്കാൻ ആരും തയ്യാറാകാത്തതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കരാറുകാരും. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ടാണ് ജില്ലാ കോടതി പാലം നവീകരിക്കാനായി അധികൃതർ തീരുമാനിക്കുന്നത്. തുക അനുവദിക്കലും സ്ഥലമേറ്റെടുക്കലുമൊക്കെയായി പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുകയും ചെയ്തു. മറ്റ് പ്രതിസന്ധികളൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ് ഇപ്പോൾ ഈ പ്രതിമ. കഴിഞ്ഞ നവംബർ 18-നാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. ആകെ 168 പൈലിങ്ങുകളാണുള്ളത്. ഇതിന്റെ ഭാഗമായി ആലപ്പുഴയുടെ ചരിത്രം പേറി നിന്ന ബോട്ട് ജെട്ടിയും പൊളിച്ചു മാറ്റുകയുണ്ടായി. പ്രതിമ നിൽക്കുന്ന ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. പക്ഷേ ഭാരമേറിയ ശില്പം തകർന്നു പോകാതെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമോ എന്ന കണക്കുകൂട്ടലിലാണ് എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ. കോൺക്രീറ്റ് കട്ടയ്ക്കുള്ളിലായാണ് 50 കിലോ ടൺ ഭാരമുള്ള മത്സ്യകന്യകയെ നിർമ്മിച്ചിരിക്കുന്നത്. ഗലാസികളെ കൊണ്ട് പ്രതിമ മാറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് പ്രതിമയെ എവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും കേടുപാടുകൾ കൂടാതെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഉറപ്പുമില്ല. ആലപ്പുഴ പട്ടണത്തെ സുന്ദരമാക്കുന്നതിന് വേണ്ടിയിട്ട് അന്നിരുന്നവർ ചെയ്തതാണ്. പക്ഷേ ഇത് ചെയ്തത് ഒരു വഴിപാട് പോലെ ചെയ്തു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനൊരു സംരക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ കാലാകാലങ്ങളായിട്ട് മാറി വന്നിട്ടുള്ള ആരും തന്നെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇത് കണ്ട. എത്ര സുന്ദരമായ മലമ്പുഴയിലെ യക്ഷിയെ പോലെ തന്നെ എത്ര സുന്ദരമായ ഒരു പ്രതിമയാണിത്. പക്ഷേ അതിനെ സംരക്ഷിച്ചിരുന്നു എങ്കിൽ അത് ഇപ്പോഴും ആലപ്പുഴയ്ക്ക് മനോഹരമായ ആ ഒരു പൈതൃകം വിളിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. മെഗാ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ കനാൽ തീരങ്ങളിൽ സ്ഥാപിച്ച 11 ശില്പങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മത്സ്യകന്യക. KSRTC ബസ് സ്റ്റാൻഡിലേക്കും ജില്ലാ കോടതിയിലേക്കും എത്തിയിരുന്ന എല്ലാവർക്കും സുപരിചിതമായ കാഴ്ചയായിരുന്നു 1992-ൽ ശില്പിയായ കണിയാപുരം വിജയകുമാർ നിർമ്മിച്ച ഈ മത്സ്യകന്യക. ഞങ്ങളുടെ ആശങ്ക എന്ന് വെച്ചാൽ അത് പൊളിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അത് അതേപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശ മാത്രമേ ഉള്ളൂ. അപ്പം അത് പോകാതായിട്ട് നോക്കുക എല്ലാവർക്കും ഒരു നല്ല കാര്യമല്ലേ. എല്ലാവർക്കും ഒരു നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നൊരു ശില്പമാണ്. പൂർത്തിയായ പൈലിങ്ങുകളുടെ പൈൽ ക്യാപ്പ് ഉടനെ ആരംഭിക്കും. ഗാർഡറുകൾ സ്ഥാപിക്കുന്ന സമയമാകുമ്പോഴേക്കും മത്സ്യകന്യയെ നീക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ന്യൂസ് മലയാളം, ആലപ്പുഴ.